महाभारत कथा महाभारत ഓം നമ ശിവായ. മഹാഭാരത കഥാമൃതത്തിൽ നമ്മൾ ആദ്യ ഭാഗത്ത് നമ്മൾ പഠിച്ചത് മഹാഭാരതത്തിലെ 3 കഥകളായിരുന്നു. ഒന്ന് സരമയുടെ കഥ നമ്മൾ പഠിച്ചു. ധൗമ്യൻ്റെ ശിഷ്യന്മാരായ ആരുണിയുടെയും ഉപമന്യുവിൻ്റെയും കഥ നമ്മൾ പറഞ്ഞു. മഹാഭാരതം എന്ന് പറയുന്നത് പാണ്ഡവ കൗരവ യുദ്ധത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു കൃതിയാണെന്നാണ് പൊതുവെയുള്ള ധാരണ. എന്നാൽ മഹാഭാരതം അതുമാത്രമല്ല. നമുക്കറിയാം, ഭാരതത്തിൻ്റെ ഇതിഹാസ കാവ്യമാണ് മഹാഭാരതം. ഒന്ന് രാമായണവും മറ്റൊന്ന് മഹാഭാരതവുമാണ്. അപ്പോൾ ഈ മഹാഭാരതത്തിൽ ഇല്ലാത്തത് മറ്റൊരിടത്തും ഇല്ല എന്നുള്ളതാണ് വേദവ്യാസ മഹർഷി പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ അവൻ്റെ കുടുംബപരവും സാമൂഹ്യവും രാഷ്ട്രപരവും അവൻ്റെ ലോക ജീവിതവുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. രാജനൈതികപരമായിരിക്കുന്ന കാര്യങ്ങൾ, വിദ്യാഭ്യാസപരമായിരിക്കുന്ന കാര്യങ്ങൾ, രാഷ്ട്രീയപരമായിരിക്കുന്ന കാര്യങ്ങൾ, നയതന്ത്രപരമായിരിക്കുന്ന കാര്യങ്ങൾ, വ്യക്തിജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വളർച്ചയ്ക്ക് ഉപയോഗിക്കേണ്ടതായിരിക്കുന്ന നിയമങ്ങൾ, ജീവിതത്തിൽ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, പ്രകോപനങ്ങൾ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്ന തീരുമാനമെടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ എടുക്കേണ്ടതായിരിക്കുന്ന പ്രധാന ചില കാര്യങ്ങൾ, അങ്ങനെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് മഹാഭാരതം പറയുന്നുണ്ട്. മഹാഭാരതം വളരെ വലിയൊരു വഴികാട്ടിയാണ്. അപ്പോൾ കേവലം യുദ്ധം മാത്രമല്ല പറയുക, മനുഷ്യജീവിതത്തിൻ്റെ സമഗ്രമായ വശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ് മഹാഭാരതം. നമുക്കറിയാം, ലോകപ്രശസ്തമായ ഭഗവത്ഗീത മഹാഭാരതത്തിൻ്റെ ഭാഗമാണെന്ന് നമുക്കറിയാം. ഇന്നത്തെ ആധുനിക ജനതയുടെ പ്രതിനിധിയായ അർജുനനോട് പരമാത്മാ സ്വരൂപനായിരിക്കുന്ന, ഈശ്വര സ്വരൂപനായിരിക്കുന്ന നാരായണൻ ശ്രീകൃഷ്ണൻ നൽകിയ ഉപദേശം അത് ഈ കാലത്തും പ്രസക്തമാണെന്ന് നമുക്കറിയാം. അപ്പോൾ മഹാഭാരതം യുദ്ധകഥ മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ പൗരാണിക കാലത്തെ ജീവിതത്തെയും ആധുനിക കാലത്തെ മനുഷ്യജീവിതത്തെയും സമഗ്രമായി സ്വാധീനിക്കുന്ന വിവിധ കാര്യങ്ങൾ. ഇതിൽ കഥകളുണ്ട്, ഉപകഥകളുണ്ട്, തത്വങ്ങളുണ്ട്, പ്രായോഗിക ദർശനങ്ങളുണ്ട്. അങ്ങനെയുള്ളൊരു കൃതിയാണ് മഹാഭാരതം. അപ്പോൾ ഇത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള ശരിയായൊരു അറിവ് നമുക്ക് ലഭിക്കുകയായിരിക്കും ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് മഹാഭാരത കഥാമൃതത്തിൻ്റെ 2ാം ഭാഗത്ത് ആദി പർവ്വത്തിലെ ആസ്തിക പർവ്വത്തിൽ നിന്നുള്ള ഒരു കഥയാണ് നമ്മളിവിടെ പറയുന്നത്. ഈ കഥ പൊതുവേ നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാവും. ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ പറഞ്ഞു തന്ന ഓർമ്മ ഈ കഥയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കദ്രു വിനതമാരുടെ കഥയാണ്, ഇല്ലെങ്കിൽ ഗരുഡൻ്റെയും സർപ്പങ്ങളുടെയും കഥയാണ് ഇതിൽ പറയുന്നത്. നമുക്കറിയാം, ദക്ഷപുത്രിമാരായിരുന്നു കദ്രു വിനത. 2 പേരും സോദരിമാരാണ്. ഇവർ വിവാഹം കഴിച്ചത് കശ്യപ മഹർഷിയാണ്. കശ്യപ മഹർഷിയുടെ ഭാര്യമാരായിരുന്നു ഇവർ 2 പേരും. വളരെയധികം സന്തോഷത്തോടെയും സുഖത്തോടെയും അവരിരുവരും കശ്യപനെ ശുശ്രൂഷിച്ചുകൊണ്ട് ആശ്രമത്തിൽ കഴിഞ്ഞു വന്നു. ഇവരുടെ ശുശ്രൂഷാദികളിൽ മഹർഷി വളരെയധികം സന്തുഷ്ടനായി. എന്തഭീഷ്ടമാണ് ഇവർക്ക് സാധിപ്പിച്ചു കൊടുക്കേണ്ടതെന്ന് അദ്ദേഹം ചോദിച്ചു. ഇരുവരും പറഞ്ഞു, ഞങ്ങൾക്ക് നല്ല മക്കൾ ഉണ്ടാകണം. വീര്യശാലികളായിരിക്കുന്ന, പ്രഭാശാലികളായിരിക്കുന്ന 2 പുത്രന്മാർ തനിക്കുണ്ടാകണമെന്ന് വിനത അപേക്ഷിച്ചു. വീര്യശാലികളായിരിക്കുന്ന, അതുപോലെ തന്നെ വളരെയധികം പ്രഭാവശാലികളായിരിക്കുന്ന 2 പുത്രന്മാർ തനിക്കുണ്ടാകണമെന്ന് വിനത ആവശ്യപ്പെട്ടു. വീര്യശാലികളായിരിക്കുന്ന 1000 സർപ്പങ്ങൾ തനിക്ക് പുത്രന്മാരായി ജനിക്കണമെന്ന് കദ്രുവും ആവശ്യപ്പെട്ടു. അപ്പോൾ കദ്രു ആവശ്യപ്പെട്ടത് തനിക്ക് 1000 സർപ്പങ്ങളാണ് പുത്രന്മാരായിട്ട് ജനിക്കേണ്ടത്. വിനത ആവശ്യപ്പെട്ടത് തനിക്ക് 2 പുത്രന്മാരാണ്, വീര്യശാലികളായിരിക്കുന്നവരാണ് വേണ്ടത്. അപ്പോൾ കശ്യപൻ അവരെ അനുഗ്രഹിച്ചു. അദ്ദേഹം പിന്നീട് തപസ്സിനായിട്ട് അദ്ദേഹം കാട്ടിലേക്ക് പോയി. അപ്പോൾ മഹർഷിയുടെ അനുഗ്രഹത്താൽ 2 പേരും ഗർഭിണിമാരായി. 2 സോദരിമാരും കാലം കൊണ്ട് പ്രസവിച്ചു. അപ്പോൾ ഈ കഥയിൽ കദ്രു 1000 അണ്ടങ്ങളെയും മുട്ടകളെയും വിനത തേജോമയങ്ങളായിരിക്കുന്ന 2 വലിയ അണ്ടങ്ങളെയുമാണ് പ്രസവിച്ചത്. ഓക്കെ, കഥയാണ്. കഥ ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക. തത്വത്തെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് കഥാരൂപത്തിൽ ഇതെല്ലാം വന്നിരിക്കുന്നത്. നമുക്കത് മറ്റൊരവസരത്തിൽ തത്വവും കഥയും തമ്മിലുള്ള കാര്യങ്ങൾ പറയാം. അപ്പം കദ്രു 1000 അണ്ടങ്ങളെ പ്രസവിച്ചു. വിനത 2 വലിയ മുട്ടകളെയുമാണ് പ്രസവിച്ചത്. അണ്ടങ്ങളെ വേണ്ട പോലെ 2 പേരും സൂക്ഷിച്ചു. അവയുടെ പരിപക്വാവസ്ഥ എത്തിയപ്പോൾ ആദ്യം കദ്രുവിൻ്റെ അണ്ടങ്ങളൊക്കെ
ഭേദിച്ച് ശിശുക്കൾ ഉണ്ടാകാൻ തുടങ്ങി. വീര്യവാന്മാരായിരിക്കുന്ന ബലവാന്മാരായിരിക്കുന്ന 1000 സർപ്പങ്ങൾ കദ്രുവിൻ്റെ പുത്രന്മാരായി പരിണമിച്ചു. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ടായി കദ്രുവിന്. പുത്രന്മാരെ കൊണ്ട് ഏറ്റവും സന്തുഷ്ടയായി തീർന്നു നാഗമാതാവായ കദ്രു. അവരെ ലാളിച്ച് സുഖമായി അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ വിനതയ്ക്ക് ടെൻഷനായി. കദ്രുവിൻ്റെ 1000 മുട്ടകൾ വിരിഞ്ഞ് സർപ്പങ്ങളുണ്ടായിരിക്കുന്നു. തൻ്റെ 2 മുട്ടകളാണുള്ളത്. ഈ 2 മുട്ടകളും ഇതുവരെ വിരിഞ്ഞിട്ടില്ല. വിനത വളരെയധികം ദുഃഖിതയായി തീർന്നു. അപ്പോൾ വിനതയ്ക്ക് സംശയമായി, ഇനി തൻ്റെ ഈ മുട്ട വിരിയാതിരിക്കുമോ? അങ്ങനെ ക്ഷമ കെട്ട് വിനത എന്തു ചെയ്തു? അതിൽ ഒരു മുട്ടയെടുത്ത് പൊട്ടിച്ചു. ഒരണ്ടത്തെ വിനത ഭേദിച്ചു പൊട്ടിച്ചു. അപ്പോൾ അണ്ടങ്ങൾ വേണ്ടത്ര പാകം വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു മുട്ട പൊട്ടിച്ച സമയത്ത് ഒരു ശിശുവിൻ്റെ ഒരു പാതി ശരീരമാണ് അതിലുണ്ടായത്. ഒരംശം മുറിഞ്ഞു പോയിരിക്കുന്നു. വേണ്ടത്ര പാകം വരാത്തതാണ് കദ്രു പൊട്ടിച്ച മുട്ട. അപ്പോൾ കാൽ രണ്ടും മുറിഞ്ഞു പോയിട്ടുണ്ട്. ക്രുധനായി തീർന്ന ഈ ഒരു പുത്രൻ അമ്മയെ ഒരു ശാപം കൊടുത്തു. കാരണം കാത്തിരിക്കാൻ ക്ഷമയില്ലാതെ, ഞാൻ ഈ അണ്ടത്തിൻ്റെ അകത്ത് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ശിശുവായി മാറുന്നത് കാത്തിരിക്കാൻ ക്ഷമയില്ലാതെ അമ്മ പൊട്ടിച്ച് എന്നെ അംഗഭംഗം വന്നവനാക്കി തീർത്തു. അതുകൊണ്ട് അവൻ അമ്മയെ ശപിച്ചു, ദാസിയായി പോട്ടെ. ആ ദേഷ്യത്തിന് ശപിച്ചതെങ്കിലും എന്തു ചെയ്തു? അമ്മയോട് സ്നേഹമുണ്ട്. തേജോമയനും പ്രഭാശാലിയുമായിട്ടുള്ള പുത്രനെ കണ്ടപ്പോൾ വിനതയ്ക്കും വളരെയധികം സന്തോഷമുണ്ടായി. എന്നിട്ട് ഈ പുത്രൻ പറഞ്ഞു, ഇനി അമ്മ അടുത്ത മുട്ടയുണ്ട്, ആ മുട്ട പൊട്ടിക്കരുത്. ഞാനോ ഇങ്ങനെയായിപ്പോയി. അത് കാലം എത്തുന്നത് വരെ അമ്മ കാത്തിരിക്കണം. അതും മുറിച്ച് നാശപ്പെടുത്തരുത്. അതിനുശേഷം ഈ പുത്രൻ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. അന്തരീക്ഷത്തിൽ തൻ്റെ മുഴുവൻ പടലങ്ങളും പരത്തി പ്രകാശിച്ച വിനതയുടെ പ്രഥമപുത്രൻ. അദ്ദേഹം പിന്നീട് ആദിത്യസാരഥിയായി തീർന്നു എന്നാണ്. അരുണനാണ് വിനതയുടെ ആ ഒരു പുത്രൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ വിനത ഏറെക്കാലമായി കാത്തിരുന്നിട്ടും മറ്റേ അണ്ടം ഇതുവരെ പൂർണ്ണ വളർച്ചയെത്തി ശിശു പുറത്തു വന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വിനതയും കദ്രുവും കൂടി ഒരു വാദപ്രതിവാദം നടന്നു. ഉച്ഛൈസ്രവസ് എന്നു പേരായ കുതിരയുടെ വർണ്ണം, അതായത് നിറം എന്താണെന്നാണ് അവർ തമ്മിലുള്ള തർക്കം. വെളുപ്പാണെന്ന് അവരിരുവർക്കും അറിയാം. അവർ രണ്ടുപേരും കണ്ടതാണ്. ഇന്ദ്രൻ തൻ്റെ പരിവാരങ്ങളോടുകൂടി പോകുന്നത് പലപ്പോഴും അവർ കണ്ടിട്ടുണ്ട്. അപ്പം അതിൽ ഉച്ഛൈസ്രവസ്സും ഐരാവതവും എല്ലാം ഉണ്ട് ഇന്ദ്രൻ്റെ ആ ഒരു പരിവാരങ്ങളിൽ. എന്നിട്ട് ഒരു പരസ്പരം വാദിച്ചു. വിനത പറഞ്ഞു, വെളുപ്പ് വർണ്ണമാണോ ഉച്ഛൈസ്രവസിനെന്ന്. അത് ശരിയാണെന്ന് കദ്രുവിനും അറിയാം. എങ്കിലും വിനത വെളുപ്പെന്ന് പറഞ്ഞതല്ലേ, അത് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ. അവൾ എന്ത് പറഞ്ഞു? വാൽ കറുപ്പാണെന്ന് കദ്രു പറഞ്ഞു. അത് ശരിയല്ലെന്ന് വിനതയും വാദിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ പരസ്പരം തർക്കങ്ങളായി. അവസാനം പിറ്റേന്ന് ഇരുവരും കൂടി ഉച്ഛൈസ്രവസിനെ പോയി നോക്കാമെന്നും അപ്പോൾ ആരാണോ ജയിക്കുന്നത് അവർ തോറ്റവൾ ജയിച്ചവളുടെ ദാസിയായി മാറണമെന്ന് ഒരു നിശ്ചയം അവർ ചെയ്തു. കദ്രു അപ്പോൾ തന്നെ, കദ്രുവിനറിയാം വെളുത്ത വാലാണെന്നറിയാം. കദ്രു എന്ത് ചെയ്യുന്നറിയാമോ? ഒരു തന്ത്രം പ്രയോഗിച്ചു. കദ്രു അപ്പോൾ തന്നെ തൻ്റെ പുത്രന്മാരായിട്ടുള്ള സർപ്പങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനും വിനതയും കൂടി ഒരു വാദം നടത്തിയിട്ടുണ്ട്. അത് ആ വാല് വെളുപ്പാണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ കറുപ്പാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ എന്നെ ജയിപ്പിക്കാനായി നിങ്ങളെല്ലാവരും കൂടി ഉച്ഛൈസ്രവസ് എന്ന കുതിരയുടെ വാലിൽ കറുത്ത് നീണ്ട രോമങ്ങളായി തൂങ്ങിക്കിടക്കണം. പുത്രന്മാരിൽ പലരും അമ്മയുടെ ആജ്ഞയെ ശിരസാവഹിച്ചു. പക്ഷെ ചിലരൊക്കെ കൃത്രിമമായ ആ പ്രവൃത്തിയെ നിരസിച്ചു. അവരെ കദ്രു ശപിച്ചു എന്നുള്ളതാണ് കഥ. ജനമേജയന്റെ സർപ്പയാഗത്തിൽ അഗ്നിയിൽ വീണ് ദഹിക്കാൻ ഇടവരട്ടെ എന്ന് ചില പുത്രന്മാരെ അമ്മ ശപിച്ചു, പറഞ്ഞത് കേൾക്കാഞ്ഞിട്ട്. അത് കേട്ടപ്പോൾ ദയയില്ലാത്ത അമ്മയ്ക്ക് വലിയ ദയയില്ല. തങ്ങളെയും കൂടി ശപിച്ചു കൊല്ലുമെന്ന് ഭയപ്പെട്ട് പല നാഗങ്ങളും ഉച്ഛൈസ്രവസിൻ്റെ വാലിൽ തൂങ്ങിക്കിടക്കാനായിട്ട് ഓടി. പിറ്റേന്ന് പ്രഭാതത്തിൽ നിത്യകൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് വിനതയും കദ്രുവും ഉച്ഛൈസ്രവസിനെ കാണാൻ പുറപ്പെട്ടു. അപ്പം സമുദ്രത്തിൻ്റെ മറുകരയിലാണ് ആ ദേവഹയം നിൽക്കുന്നത്, ആ കുതിര നിൽക്കുന്നത്. അവിടെ എത്തിച്ചേരാൻ തന്നെ വളരെ വിഷമിച്ചാലും അവിടെ എത്താതിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പം അങ്ങനെ അവർ ആകാശത്തുകൂടി യാത്രയായി എന്നാണ് കഥ. അങ്ങനെ അവർ ആകാശത്തുകൂടി സഞ്ചരിച്ച് സമുദ്രത്തിൻ്റെ മറുകരയിലെത്തി കദ്രുവും വിനതയും.
ഇപ്പോൾ കൈലാസപർവ്വതം പോലെ ശുഭ്രവർണ്ണമായി നിൽക്കുന്ന ഉച്ചൈസ്രവസ് എന്ന ദേവവാജിയെ ദൂരത്തിൽ നിന്നവർ കണ്ടു. കദ്രു പറഞ്ഞതുപോലെ വാലിൽ കുറേ രോമങ്ങൾ കറുത്തിട്ടാണ്. അവ സർപ്പങ്ങൾ തൂങ്ങി നിൽക്കുന്നതാണെന്ന് അപ്പോൾ വിനതയ്ക്ക് അറിയാനും കഴിഞ്ഞില്ല. കുറച്ച് ദൂരെ നിന്നാണ് നോക്കുന്നത്. അപ്പോൾ വിനത തോറ്റു പന്തയത്തിൽ. വല്ലാതെ ദുഃഖിതയായി. ഇനിയിപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല, കദ്രുവിൻ്റെ ദാസിയായി തീരണം. ഇപ്പം കദ്രു എന്ത് ചെയ്തു? വിനത ദാസിയായല്ലോ. അപ്പോൾ ദാസി എന്ന രീതിയിൽ ശാസിക്കാനും ഒക്കെ തുടങ്ങി. ധർമ്മഭയത്താൽ ഒന്നും മിണ്ടാതെ കദ്രുവിൻ്റെ ശാസന വിനത വിനയത്തോടെ കേട്ട് അനുസരിക്കാൻ തുടങ്ങി. ഈ സന്ദർഭത്തിലാണ് വിനതയുടെ രണ്ടാമത്തെ അണ്ഡം ഭേദിച്ച് ശിശു പുറത്തു വരുന്നത്. ബ്രഹ്മാണ്ടാദിത്യ മണ്ഡലങ്ങളെപ്പോലും ജയിക്കുന്ന അത്യുജ്വലമായ തേജസ്സോടെ, ബ്രഹ്മാണ്ടത്തോളം വലിപ്പമുള്ള ശരീരത്തോടും ആർക്കും തടുക്കാൻ കഴിയാത്ത വീര്യത്തോടും ജഗത്ത് മുഴുവൻ നടങ്ങുന്ന ശബ്ദത്തോടും കൂടിയൊരു മഹാസത്വം അണ്ടത്തെ ഭേദിച്ച് ആകാശത്തേക്ക് ഉയർന്നു. ദേവന്മാരും ഉപദേവന്മാരും എല്ലാം അതിനെ കണ്ടു. അതാണ് സാക്ഷാൽ ഗരുഡൻ. ദേവന്മാരും ഈ ഉപദേവന്മാരും ഒക്കെ ഗരുഡൻ്റെ വലിപ്പം കണ്ട് ഭയപ്പെട്ടു. ഋഷിമാരൊക്കെ എത്തി അവരെ സമാധാനിപ്പിച്ചു. അനന്തരം ഇരുകൂട്ടരും കൂടെ ഗരുഡനെ സ്തുതിച്ച് ശാന്തനാക്കി. തന്നെ കണ്ട് ലോകം ഭയപ്പെടുന്നുവെന്ന് മനസ്സിലാക്കിയ ഗരുഡൻ തൻ്റെ ശരീരം ചുരുക്കി 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 ചെറുതാക്കി. അനന്തരം അവൻ തൻ്റെ അമ്മയെ അന്വേഷിച്ചു. ജ്ഞാനദൃഷ്ടി കൊണ്ട് സമുദ്രത്തിൻ്റെ മറുകരയിലാണ് അമ്മ എന്ന് ഗരുഡൻ അറിഞ്ഞു. ഒപ്പം തൻ്റെ സോദരനായിരിക്കുന്ന അരുണനെയും കൂട്ടി അരുണനെ ചുമലിൽ വെച്ചുകൊണ്ട് ഗരുഡൻ അമ്മയെ കാണാനായിട്ട് പുറപ്പെട്ടു. പുത്രന്മാരെ കണ്ട് വിനത വളരെയധികം സന്തോഷിച്ചു. എങ്കിലും ദാസീഭാവമാണ്, കദ്രുവിൻ്റെ ദാസിയാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ വേണ്ട പോലെ പുത്രന്മാരെ എടുക്കാനോ ലാളിക്കാനോ ശുശ്രൂഷിക്കാനോ ഒന്നും സാധിക്കുന്നില്ല എന്നോർത്ത് വിനതയ്ക്ക് വളരെയധികം ദുഃഖമായി. അപ്പോൾ കദ്രുവിൻ്റെ ദാസിയാണല്ലോ വിനത. കദ്രു പലതരത്തിലുള്ള ആജ്ഞകളും കൊടുത്തുകൊണ്ട് വിനതയെ മാനസികമായും ശാരീരികമായും ഒക്കെ പീഡിപ്പിക്കുകയാണ്. ഒന്നാമത് സഹോദരിയാണ്, രണ്ടാമത് സപത്നിയാണ്. അങ്ങനെയുള്ളവൾ തൻ്റെ ദാസിയായി തീർന്നാൽ ഉണ്ടാകുന്ന സന്തോഷം പറയേണ്ട. ഒരു അപൂർവമായൊരു മാനസിക നിലയാണ് കദ്രുവിനുള്ളത്. വല്ലാത്തൊരു അനുഭൂതിയാണ് അവരെ ദേഷ്യപ്പെടുമ്പോൾ, അവളെ അടിക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതി. നമ്മളൊരു സൈക്കോ എന്നൊക്കെ പറയുന്ന ഒരു തലമാണ്. വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ വിനതയെ കദ്രു വഴക്കിടാൻ തുടങ്ങി. അങ്ങനെ അക്കൂട്ടത്തിൽ ഒരിക്കൽ തന്നെയും തൻ്റെ പുത്രന്മാരെയും എടുത്ത് സമുദ്രമധ്യത്തിലുള്ളൊരു ദ്വീപിലേക്ക് കൊണ്ടുപോകുവാൻ വിനതയോട് കദ്രു കൽപ്പിച്ചു. അപ്പോൾ വിനതയ്ക്കത് നിവർത്തിയില്ല. കദ്രുവിനെ ചുമലിലെടുത്ത് കൊണ്ടുപോകാതെ നിവർത്തിയില്ല. അപ്പോൾ അമ്മയുടെ ഈ അവസ്ഥ കണ്ടപ്പോൾ ഗരുഡന് വളരെയധികം വ്യസനവും ലജ്ജയും തോന്നി. തൻ്റെ അമ്മയെ കൊണ്ട് ഇവരെ ചുമലിലേറ്റി കൊണ്ടുപോകുകയോ, അമ്മയെ സഹായിക്കാനായിട്ട് നാഗങ്ങളെയൊക്കെ താൻ എടുക്കാമെന്ന് ഗരുഡൻ പറഞ്ഞു. ഗരുഡൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എല്ലാറ്റിനെയും ഒന്നിച്ചു വാരി പുറത്തിട്ട് ആദിത്യമണ്ഡലത്തിന് അഭിമുഖമായി, സൂര്യൻ ഉദിച്ചു നിൽക്കുകയാണ്, അപ്പോൾ ആദിത്യമണ്ഡലത്തിന് അഭിമുഖമായി വൈനതേയം പറക്കാൻ തുടങ്ങി. കാരണം യുവന്മാർക്കിട്ട് ഒരു ചെറിയ പണി കൊടുക്കണം. അമ്മയെ പീഡിപ്പിക്കുന്നതല്ലേ, ദ്രോഹിക്കുന്നതല്ലേ ഈ പറഞ്ഞ കദ്രു. അപ്പോൾ കദ്രുവിൻ്റെ പുത്രന്മാരാണല്ലോ ഇവരെന്ന് കരുതി ഗരുഡൻ വളരെ ഉയരത്തിൽ പറക്കാൻ തുടങ്ങി. അപ്പോൾ സൂര്യൻ്റെ തീഷ്ണതാപങ്ങളൊക്കെ ഏറ്റ് നാഗങ്ങൾ ചുട്ടു പഴുക്കാൻ തുടങ്ങി. ഗരുഡൻ ഇത് വല്ലത് വെക്കുന്നുണ്ടോ? ഗരുഡൻ നേരെ മുകളിലേക്ക് ഉയർന്ന് പറന്നു. അപ്പോൾ ഗരുഡൻ്റെ പുറത്ത് കിടന്ന നാഗങ്ങളൊക്കെ നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ നാഗമാതാവായിരിക്കുന്ന കദ്രു പുത്രന്മാരുടെ ആർത്തരോധനം കേട്ട് സഹിക്കാൻ വയ്യാതായി. കദ്രു ഇവരെല്ലാം സിദ്ധികളുള്ളവരാണ്, ദേവന്മാരുമായിട്ട് കണക്ഷൻ ഉള്ളവരാണ്. അപ്പോൾ ഉടനെ കദ്രു ഇന്ദ്രനെ സ്തുതിക്കാൻ തുടങ്ങി. അപ്പോൾ ഇന്ദ്രൻ കദ്രുവിൽ പ്രസാദിച്ച് ആകാശത്തെ മേഘസമൂഹങ്ങളാൽ ആവരണം ചെയ്യിപ്പിച്ച് ആ സൂര്യൻ്റെ താപത്തെ, സൂര്യനെ മറച്ചു അവിടെ ഒരു മഴ പെയ്യിപ്പിച്ചു. അപ്പോൾ നാഗങ്ങൾക്കും നാഗമാതാവിനും ഒക്കെ വളരെയധികം സമാധാനവും സന്തോഷവുമായി. അപ്പോൾ എന്തായാലും സമുദ്രമധ്യത്തിലുള്ള ഒരു ദ്വീപിലേക്ക് ഇവരെ കൊണ്ടുപോയി. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കദ്രു പറഞ്ഞു, ഇവിടെ വെള്ളമൊക്കെ കുറവാണ്, നമുക്ക് എന്ത് ചെയ്യാം, വെള്ളമുള്ള മറ്റൊരു ദ്വീപിലേക്ക് കൊണ്ടുപോകണമെന്നായി. അപ്പോൾ ഗരുഡൻ ഇതിൻ്റെ അകത്ത് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് പൊക്കിയെടുത്തൊരു ദ്വീപിൽ കൊണ്ടുവന്നു. അവിടെ എത്തിയപ്പോൾ പറഞ്ഞു, നാഗങ്ങൾ പറയാണ് ഞങ്ങൾക്ക് നീന്തി കളിക്കാനുള്ള വെള്ളമൊന്നുമില്ല, ഇവിടെ നിന്ന് ഞങ്ങളെ എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ മക്കൾ അവിടെ കിടന്ന് ബഹളം കൂട്ടുമ്പോൾ അമ്മ എന്ന് പറയുന്നു, കദ്രു വീണ്ടും ആജ്ഞാപിക്കുകയാണ് വിനതയോട്, ഇവരെ വീണ്ടും ഇവിടെ നിന്ന് പൊക്കിക്കൊണ്ട് പോകണം. ഇത് കേട്ടപ്പോൾ ഗരുഡന് വളരെയധികം കോപം കത്തിജ്വലിച്ചു. എങ്കിലും അമ്മ ഇപ്പോൾ ദാസിയായിരിക്കുകയാണല്ലോ, ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും മിണ്ടാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാം സഹിക്കുക.
അപ്പോഴാണ് ഗരുഡൻ അമ്മയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് താനും തൻ്റെ അമ്മയും നാഗമാതാവിൻ്റെയും നാഗങ്ങളുടെയും ദാസ്യം വഹിക്കുന്നതെന്ന്. അപ്പോൾ അമ്മ അന്നുണ്ടായ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. കദ്രു കൃത്രിമമായിട്ടാണ് തന്നെ തോൽപ്പിച്ചത്, താൻ പിന്നീടാണ് അതറിഞ്ഞത്. എന്നാൽ പ്രതിജ്ഞ, ഈ ഇതിൽ തോറ്റു കഴിഞ്ഞാൽ നിന്റെ ദാസിയായിക്കൊള്ളാമെന്ന പ്രതിജ്ഞ എടുത്തതുകൊണ്ട്, സത്യം ലംഘിക്കാൻ കഴിയാത്തത് കൊണ്ടിട്ടാണ് ഇപ്പോഴും എന്താകുന്നത്, കദ്രുവിൻ്റെ ദാസിയായിട്ട് താൻ കഴിയുന്നതെന്ന് മകനായ ഗരുഡനോട് വിനത പറഞ്ഞു. അപ്പോൾ ഗരുഡൻ കദ്രുവിനോട് ചെന്ന് പറഞ്ഞു, എൻ്റെ അമ്മയെ ഈ ദാസ്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്. അപ്പോൾ കദ്രുവിനറിയാം ഗരുഡൻ വളരെയധികം ശക്തിമാനാണ്, നാഗങ്ങൾക്കും അറിയാം വളരെയധികം ശക്തിയുള്ള ആളാണ്, എന്തു ചോദിച്ചാലും കൊണ്ട് കൊടുക്കാൻ കഴിവുള്ള ആളാണ്. അപ്പോൾ അന്ന് ദേവലോകത്ത് അമൃതമുണ്ട്. ഈ അമൃതം കഴിച്ചു കഴിഞ്ഞാൽ ജരാനരകൾ ബാധിക്കാതെ, മരണം ബാധിക്കാതെ നിലനിൽക്കാൻ കഴിയും എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ കദ്രു ആവശ്യപ്പെട്ടു, ദേവലോകത്ത് പോയി അമൃതം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദാസ്യത്തിൽ നിന്നും അമ്മയെ ഒഴിവാക്കാം. അപ്പോൾ ഗരുഡൻ എന്ത് തീരുമാനിച്ചു, തൻ്റെ അമ്മയെ ഈ ദാസ്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി എവിടെ നിന്ന് എന്തും കൊണ്ടുവരുവാനായിട്ട് ഗരുഡൻ എന്ത് ചെയ്തു, പുറപ്പാടായി. അങ്ങനെ ഗരുഡൻ തൻ്റെ വലിയ ചിറകുകളൊക്കെ വിടർത്തി ഭൗമമണ്ഡലത്തിലേക്ക് ഉയർന്ന് ദേവലോകം നോക്കി ഗരുഡൻ പറന്നുപോയി. ഈ സമയത്ത് സ്വർഗലോകത്ത് പലതരത്തിലുള്ള ദുർലക്ഷണങ്ങളും കാണാൻ തുടങ്ങി. മേഘമില്ലാതെ തന്നെ ഇടിവെട്ടലും രക്തമാരി പൊഴിയലും എന്ന് വേണ്ട ഭയങ്കരമായ ആപത്തിനെ സൂചിപ്പിക്കുന്ന പല ദുർലക്ഷണങ്ങളും ആ ദേവലോകത്തിൻ്റെ അന്തരീക്ഷത്തിൽ കാണാൻ തുടങ്ങി. അപ്പോൾ ഇന്ദ്രൻ അടക്കമുള്ള ദേവന്മാർക്ക് ഭയപ്പെട്ടു, എന്തോ ഒരാപത്ത് വരാൻ പോകുന്നുണ്ട്. അവർക്ക് വളരെയധികം പരിഭ്രമമായി. ദേവന്മാർ ആയുധങ്ങളൊക്കെ എടുത്തു, ഇനി വല്ല ശത്രു ആക്രമിക്കാൻ വരികയാണോ. അവരങ്ങൾ ആയുധങ്ങളൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാര്യമെന്നറിയാൻ വേണ്ടി അവർ ദേവഗുരുവായിരിക്കുന്ന ബൃഹസ്പതിയെ സമീപിച്ചു. അപ്പോൾ ദേവഗുരു പറഞ്ഞു, എന്തോ ഒരു ആപത്തിൻ്റെ സൂചനയാണ് ഈ കാണുന്ന ലക്ഷണങ്ങളെല്ലാം തന്നെ. അപ്പോൾ ദേവഗുരു അന്തർദൃഷ്ടിയുള്ള ആളാണ്, അന്തർജ്ഞാനമുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞു, അതായത് ഒരാൾ വരുന്നുണ്ട്, പേര് ഗരുഡൻ എന്നാണ്. പുള്ളി വരുന്നത് അമൃതകുംഭം, ഇവിടെ നമ്മൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന അമൃതകുംഭം കൈക്കലാക്കാനായിട്ട് വരികയാണ്. മഹാബലവാനാണ് ഗരുഡൻ. ആർക്കും അവനെ എതിർക്കാനോ ജയിക്കാനോ സാധ്യമല്ല. അതിനാൽ സൂക്ഷിക്കണം. ദേവഗുരുവായ ബൃഹസ്പതി ഇന്ദ്രനോടും ദേവന്മാരോടും പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇന്ദ്രന് വീണ്ടും ഭയമായി. ദൈവമേ, അവൻ ദേവലോകം ആക്രമിക്കും, നമ്മളെ ആക്രമിക്കും, ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന അമൃതകുംഭവും അവൻ അടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അമൃതകുംഭം സൂക്ഷിച്ച സ്ഥലത്തെ സുരക്ഷ ശക്തിപ്പെടുത്തി, പാറാവുകാരെ പ്രത്യേകം ജാഗ്രതപ്പെടുത്തി. ഗരുഡൻ അമൃതമെടുക്കാൻ വരികയാണ്, ഒരു പ്രകാരത്തിലും അവനെ അകത്ത് കിടക്കാൻ സമ്മതിക്കരുത്, നമ്മളൊക്കെ ജാഗ്രത ആയിരിക്കണം. അസംഖ്യം ദേവസൈന്യങ്ങളെ അവിടെയൊക്കെ ഇന്ദ്ര ലോകത്ത് വിന്യസിച്ചു, ആയുധധാരികളായിട്ട് വിന്യസിച്ചു. അമൃതകുംഭത്തിന് പ്രത്യേക പ്രൊട്ടക്ഷനൊക്കെ നൽകി, പ്രത്യേക സേനാവിഭാഗങ്ങളെയൊക്കെ അവിടെ ഇന്ദ്രൻ നിയോഗിച്ചു. അപ്പോഴാണ് അന്തരീക്ഷത്തിൽ വളരെ വലിയ ചിറകടി ശബ്ദം കേൾക്കുന്നത്. ദേവന്മാർ ഭയചകിതരായി, പരിഭ്രാന്തരായി, എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഗരുഡൻ എത്തിയിട്ടില്ല, അതിനു മുമ്പ് തന്നെ ഗരുഡൻ്റെ ചിറകടിയുടെ കാറ്റ് ദേവലോകത്ത് വലിയ വലിയ ഇളക്കങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഗരുഡൻ സ്വർഗലോകത്തിൻ്റെ മുകളിൽ പ്രത്യക്ഷപ്പെട്ടു. ചിറകുള്ള മറ്റൊരു സുമേരു പർവ്വതമാണോ എന്ന് തോന്നുമാറ് ഭയങ്കര ശരീരനും ഉച്ഛണ്ഡങ്ങളായ ശബ്ദത്തോടു കൂടിയവനും പക്ഷപാതത്താൽ പർവ്വതങ്ങളെപ്പോലും പൊടിയാക്കി പറക്കുന്നവനുമായ ഗരുഡനെ കണ്ടപ്പോൾ തന്നെ ദേവന്മാർ ഭയപ്പെട്ടു. എങ്കിലും ആരും പിന്മാറാതെ ആയുധങ്ങളുമേന്തി ധൈര്യത്തോടെ യുദ്ധത്തിനിറങ്ങി. ഗരുഡനും ദേവന്മാരും കൂടെ വളരെ വലിയൊരു ഭയങ്കരമായൊരു യുദ്ധമായി. ഗരുഡൻ ദേവന്മാരെയൊക്കെ അതിശക്തമായിട്ട് അദ്ദേഹം പ്രഹരിച്ചു. ഗരുഡനെ ദേവന്മാരെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ദേവന്മാർ തോറ്റോടാനും തുടങ്ങി. ക്രമേണ സകല ദേവസൈന്യത്തെയും ജയിച്ച ഗരുഡൻ അമൃതകുംഭം സൂക്ഷിച്ച സ്ഥലത്തിനുള്ളിൽ കടന്നു. 4 ഭാഗവും എപ്പോഴും കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന അഗ്നി, പ്രത്യേക പ്രൊട്ടക്ഷനാണ് ഇന്ദ്രൻ അമൃതകുംഭത്തിന് ഏർപ്പെടുത്തിയത്. അതിനുള്ളിൽ കണ്ണ് ഇമവെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭയങ്കരങ്ങളായിരിക്കുന്ന സർപ്പങ്ങൾ, അതിൻ്റെ ഉള്ളിൽ ആരെയും കുടുക്കുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക വാളുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക യന്ത്ര സംവിധാനങ്ങളൊക്കെ വെച്ചിട്ടാണ് അമൃതകുംഭത്തെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം കടക്കേണ്ടത് വളരെ വലിയൊരു അഗ്നിയാണ്, അങ്ങനെ തീയിട്ട് വെച്ചിരിക്കുകയാണ്. ഗരുഡൻ ഒരു സ്ഥലത്ത് പോയി കുറേ ജലം വായ്ക്കുള്ളിലാക്കി കൊണ്ടുവന്നിട്ട്
ആ അഗ്നിയെ കെടുത്തി. പൊടി പറപ്പിച്ചുകൊണ്ട് സർപ്പങ്ങളുടെ കണ്ണുകൾ അടച്ചു. തൻ്റെ അതിശക്തമായ ചിറകുകളെ കൊണ്ട് യന്ത്രങ്ങളെയും ഭേദിച്ചു. അമൃതകുംഭവും എടുത്തുകൊണ്ട് ഗരുഡൻ പുറത്തു കിടന്നു. അപ്പോൾ തൻ്റെ മുന്നിൽ കൂടെ അമൃതകുംഭവും എടുത്തുകൊണ്ട് ഗരുഡൻ പോകുന്നത് കണ്ട് ഇന്ദ്രൻ എന്ത് ചെയ്യണമെന്നറിയില്ല. ഇന്ദ്രൻ എന്ത് ചെയ്തു? വജ്രായുധത്തെ പ്രയോഗിച്ചു. അല്ലേ? വജ്രായുധത്തെ പ്രയോഗിക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ ഗരുഡൻ ഒന്ന് ചിരിച്ചു. എന്നിട്ട് ഇന്ദ്രനോട് പറഞ്ഞു, അങ്ങയെയോ അങ്ങയുടെ ആയുധത്തെയോ എനിക്ക് ഭയമില്ല. പക്ഷേ ആരുടെ എല്ലുകൊണ്ടാണ് ഈ വജ്രായുധം ഉണ്ടാക്കിയത്? ദദീജി എന്ന മഹർഷിയുടെ എല്ലുകൊണ്ടിട്ടാണ് വജ്രായുധം നിർമ്മിച്ചത്. നമുക്ക് ആ കഥ പിന്നീട് പറയാം. ആ മഹർഷിയെ മാനിക്കാൻ വേണ്ടി, അങ്ങയുടെ ത്രൈലോക്യ ചക്രവർത്തി എന്ന സ്ഥാനത്തെ മാനിക്കാൻ വേണ്ടി എൻ്റെ ഒരു ചിറകിൻ്റെ ഒരു തൂവൽ, ഒരംശം അങ്ങയുടെ വജ്രായുധം ഏക്കുന്നതിനായിട്ട് തരാം എന്ന് പറഞ്ഞ് ചിറകിൻ്റെ ഒരംശം അവിടെ വിട്ട് അമൃതകുംഭവും കൊണ്ട് ഗരുഡൻ പോയി. ഇന്ദ്രനാകെ നാണം കെട്ടുപോയി. കാരണം തനിക്ക് ഏറ്റവും വലിയ ആയുധമാണ് വജ്രായുധം. അതുപോലും ഗരുഡൻ്റെ ഒരു തൂവലിനെ മാത്രം മുറിക്കാനേ കഴിഞ്ഞുള്ളൂ. സകല ദേവന്മാരും ഉപദേവന്മാരും ഗരുഡൻ്റെ വീര്യത്തെ കണ്ട് അതിശയിച്ചു. ഇത്രയും വീര്യശാലിയായ ഒരാളോട് പിണങ്ങാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഇന്ദ്രനും തോന്നി. ഇന്ദ്രൻ ഉടനെ അടുത്ത തലത്തിലേക്ക് ചിന്തിച്ചു. ഗരുഡനെ എതിർത്തിട്ട് കാര്യമില്ല, അവനോട് സഖ്യം ചെയ്യാം. അപ്പം ഗരുഡനും അതിന് വിരോധമില്ല. ഗരുഡനും ഇന്ദ്രനും അന്യോന്യം സഖ്യം ചെയ്ത് മിത്രങ്ങളായി. അവർ ഒരുമിച്ചിരുന്നു. ആവശ്യമുള്ള വരം വരിക്കാനായിട്ട് ഇന്ദ്രൻ ആവശ്യപ്പെട്ടു. എന്താണ് അങ്ങക്ക് വേണ്ടത്? അപ്പോൾ ഗരുഡൻ പറഞ്ഞു, വരമൊക്കെ ദുർബലന്മാർക്കുള്ളതാണ്. എനിക്കെൻ്റെ ആവശ്യത്തിന് ബലമുണ്ട്. ആ കാരണത്താൽ തന്നെ പ്രത്യേകിച്ച് വരമൊന്നും എനിക്ക് ആവശ്യമില്ല. എങ്കിലും അങ്ങ് ചോദിച്ചതുകൊണ്ട് അത് മാനിക്കാൻ വേണ്ടി ആവശ്യപ്പെടാം. സർപ്പങ്ങൾ എൻ്റെ ഭോജ്യങ്ങളാകണം. ഇതൊരു കഥയാണ്, നമുക്കത് പിന്നീട് പറയാം. സർപ്പങ്ങൾ എൻ്റെ ഭോജ്യങ്ങളാകണം. ഇന്ദ്രൻ അത് പ്രകാരം അനുഗ്രഹിച്ച വരം നൽകി. അനന്തരം അമൃതകുംഭത്തെ ഗരുഡ കൊണ്ടുപോകരുത്, ഇതാണ് ഞങ്ങളുടെ ജീവശക്തി, അതുകൊണ്ട് അമൃതകുംഭത്തെ അങ്ങ് കൊണ്ടുപോകരുത്, അത് തനിക്ക് തരണമെന്ന് യാചിച്ചു. അപ്പോൾ ഗരുഡൻ പറഞ്ഞു, ഇത് എൻ്റെ അമ്മയെ ഒരു ഒന്നിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കൊണ്ട് കൊടുത്താലേ എൻ്റെ അമൃത ദാസ്യവൃത്തിയിൽ നിന്ന് മോചിതയാകും. പക്ഷെ ഞാനൊരു കാര്യം ചെയ്യാം, ഞാനിത് അവിടെ കൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവിടെ ഒരു സ്ഥലത്ത് കൊണ്ട് വയ്ക്കും. ഓക്കെ, സർപ്പങ്ങളുടെ മുമ്പിൽ കൊണ്ട് ഇത് വയ്ക്കും. അവിടെ നിന്ന് അങ്ങ് ആവശ്യമെങ്കിൽ അത് എടുത്തുകൊണ്ട് പോയിക്കൊള്ളുക. അപ്പം ഞാൻ അവർക്ക് കൊടുത്തു എന്നായി അങ്ങേക്കത് എടുത്തുകൊണ്ട് പോകുവാൻ പറ്റും. അപ്പം ഇന്ദ്രന് കുറേ ആശ്വാസമായി. ഓക്കെ, അങ്ങനെ തന്നെ അവർ കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്തു. അങ്ങനെ ഗരുഡൻ അമൃതകുംഭവുമായിട്ട് തൻ്റെ അമ്മ വിനതയുടെയും കദ്രുവിൻ്റെയും അടുത്തെത്തി. നാഗങ്ങളും നാഗമാതാവായ കദ്രുവും വളരെയധികം സന്തോഷമായി. കാരണം തങ്ങൾ ജീവിതത്തിൽ ഏറ്റവും അധികം ആഗ്രഹിച്ചിരിക്കുന്നതായിരിക്കുന്ന അമൃത വൈനതേയൻ വിനതയുടെ പുത്രനായിരിക്കുന്ന ഗരുഡൻ കൊണ്ടുവന്നിരിക്കുന്നു. ഇനി അത് കഴിച്ചാൽ നമുക്ക് അമരത്വം നേടാം. വളരെ 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 സന്തോഷത്തോടെ ഇരിക്കുന്നു. അപ്പോൾ അമൃതത്തെ കൊണ്ടുവന്നിട്ടുണ്ടെന്നും തങ്ങളുടെ ദാസ്യത്തെ ഒഴിവാക്കണമെന്നും നിങ്ങൾ കുളിച്ചിട്ടൊക്കെ വന്ന് പവിത്രമായ ഈ അമൃതപാനം ചെയ്യണമെന്നും ഗരുഡൻ പറഞ്ഞു. അതോടെ വിനതയുടെ ദാസ്യം കദ്രു ഒഴിവാക്കി. ഗരുഡനും വിനതയും അവരുടെ ഗൃഹത്തിലേക്ക് പോയി. സർപ്പങ്ങൾക്കെല്ലാം സന്തോഷമായി. ഇപ്പോൾ ഇത് കുളിച്ചിട്ട് വേണമല്ലോ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും കൂടി കുളിക്കാൻ പോയി. ആ സന്ദർഭത്തിൽ ഇന്ദ്രൻ എന്ത് ചെയ്തു? അമൃതകുംഭവും അടിച്ചെടുത്ത് ഇന്ദ്രൻ സ്വർഗത്തിലേക്ക് തിരിച്ചു. നേരത്തെ പ്ലാൻ ചെയ്താണ് പോകുന്നത്. ഞാൻ അമൃതകുംഭം കൊണ്ടുവരും, ഇത് കദ്രുവിൻ്റെ നാഗങ്ങളുടെ മുമ്പിൽ കൊണ്ട് വെക്കും, എൻ്റെ അമ്മയെ മോചിപ്പിക്കും, എന്നിട്ട് ഞങ്ങൾ പോകും. ആ സമയത്ത് ആ ഗ്യാപ്പിൽ വന്ന് എടുത്തോണം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതേപോലെ തന്നെ ഇന്ദ്രൻ വന്ന് അമൃതകുംഭവും എടുത്തുകൊണ്ടുപോയി. അപ്പോൾ സ്നാനവും ജപവും സ്വാധ്യായവും ഒക്കെ എല്ലാം കഴിഞ്ഞ് സർപ്പങ്ങൾ അമൃതപാനത്തിന് വന്നപ്പോൾ അമൃതകുംഭം കാണാനില്ല. വിനതയെ പറ്റിച്ചിട്ടാണ് കദ്രുവിൻ്റെ ദാസിയാക്കി തീർത്തത്. അപ്പം അങ്ങോട്ട് പറ്റിച്ച കടത്തിന് ഇങ്ങോട്ടും ഒരു കപടം പറ്റിച്ചതായിരിക്കണമെന്ന് അവർ സമാധാനിച്ചു. എങ്കിലും അമൃതം കൊണ്ടുവരികയും ദർഭമേൽ വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളവർക്ക് ബോധ്യമാണ്. അതുകൊണ്ട് പുല്ലിന്മേൽ ഇത് കുറച്ചെങ്കിലും, ദർഭപുല്ലിന്മേൽ ഇത് കുറച്ചെങ്കിലും വീണ് കാണുമെന്ന് കരുതി ഈ നാഗങ്ങളെല്ലാം അവരുടെ നാക്ക് ഈ ദർഭയിൽ നക്കാൻ തുടങ്ങി. അങ്ങനെ നാവ് മുറിഞ്ഞ് രണ്ടായി തീരുന്നു. ഈ കഥയിൽ പറയുന്നത് ഈ കാരണത്താലാണ് നാഗങ്ങൾക്കൊക്കെ ദ്വിജിഹ്വികൾ ആയി മാറിയത്, 2 നാവുകളായി മാറിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ആ കഥ. മഹാഭാരതത്തിലെ ആസ്തിക പർവ്വത്തിൽ പറയുന്ന കദ്രുവിൻ്റെയും വിനതയുടെയും കദ്രുവിൻ്റെ മക്കളായിരിക്കുന്ന നാഗങ്ങളുടെയും വിനതാപുത്രനായ ഗരുഡൻ്റെയും കഥ. മറ്റ് കഥകൾ അടുത്ത ഭാഗത്ത് നമുക്ക് വിവരിക്കാം. നമസ്തേ,
ഓം നമഃ ശിവായ.